നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം. എന്താണെന്നറിയില്ല. നാളെ ജീവിതം എന്താവും, എൻ്റെ ഫാമിലി എന്താവും, എൻ്റെ സ്വപ്നങ്ങൾ തുടങ്ങി പലവിധ ചിന്തകളാണ്. ഇത്തരം ചിന്തകൾ ചിലപ്പോൾ ദിവസങ്ങളോളം നീങ്ങുകയാണ്, ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഇത്തരമൊരു ചിന്തയിലൂടെയാണോ മുന്നോട്ട് നീങ്ങുന്നത്? ഇത്തരമൊരു വിഷമത്തിലൂടെയാണോ മുന്നോട്ട് നീങ്ങുന്നത്? ചിലപ്പോൾ അത് ഡിപ്രഷനോ ആങ്സൈറ്റിയോ ആവാം. എന്നാൽ നിങ്ങൾ ഒറ്റക്കല്ല. ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെല്ലാമുള്ള പരിഹാരവുമുണ്ട്. ഈ വീഡിയോയിൽ ആങ്സൈറ്റി, അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രയാസം നേരിടുന്നെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ അല്പമെങ്കിലും ശമനം ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലൂടെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഡിഗ്രി കാലം കഴിഞ്ഞു, ജോലി ശരിയായില്ല, വലിയൊരു മനോവിഷമം, വലിയ പ്രയാസം, നെഞ്ചിൽ വലിയ വേദന. അതിനുള്ള പരിഹാരം എനിക്ക് ലഭിച്ചത് സത്യത്തിൽ ഖുർആനിൽ നിന്നാണ്. നമുക്ക് അത്തരമൊരു പ്രായോഗികമായ 4 പരിഹാരത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ സൊല്യൂഷൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തവക്കുൽ എന്നതാണ്. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അവന് അള്ളാഹു മതി. എന്താണ് തവക്കുൽ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ആ ഭാരം അള്ളാഹുവിൽ ഏൽപ്പിക്കുക. എല്ലാ ഭാരവും ഏൽപ്പിക്കാൻ കഴിവുള്ളവൻ, എല്ലാ ഭാരവും താങ്ങാൻ കഴിവുള്ളവൻ അത് അള്ളാഹു മാത്രമാണ്. അവനാണ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും. അപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് വലിയൊരു ശമനം ലഭിക്കുക. സൊല്യൂഷൻ എന്നത് ടുഡേ എന്നതാണ്. നമ്മൾ ഇന്നിൽ ജീവിക്കുക എന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടൊരു വിഷയമാണ്. തിരുനബിയുടെ ഹദീസിൽ കാണാം, നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു വഴിപോക്കനെ പോലെയോ അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെയോ ജീവിക്കുക. അതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇന്നിൽ ഫോക്കസ് ചെയ്യുക. ഇന്ന് നമുക്ക് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അൽഹംദുലില്ലാ. ഇന്നലെ കഴിഞ്ഞുപോയി, ഇന്ന് നമ്മൾ ജീവിക്കുന്നു. ആ ഇന്നത്തെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുകയും അതിൽ ആസ്വദിക്കുകയും അതിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള കാലവും നമുക്ക് സുന്ദരമായിരിക്കും. മൂന്നാമത്തെ സൊല്യൂഷൻ താങ്ക് യു എന്നതാണ്. താങ്ക് യു എന്നാൽ എല്ലാവർക്കും താങ്ക് യു പറയുക. ആദ്യമായി പറയേണ്ടത് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ നന്ദി അർപ്പിക്കുക എന്നതാണ്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട്. നമ്മൾ എന്താണ് പ്രശ്നം? ജോലിയില്ല, അല്ലെങ്കിൽ വീടില്ല, അല്ലെങ്കിൽ ബൈക്കില്ല, കാറില്ല, ഐഫോണില്ല തുടങ്ങിയ ഇല്ലായ്മയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആണ്, ആങ്സിയസ് ആണ്, ടെൻഷനാണ്. പക്ഷെ ഉള്ളതിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പോസിറ്റീവ് സൈക്കോളജിയിൽ പറയും. ഉള്ള കാര്യങ്ങൾ എഴുതി വെച്ച് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ആവുക, അതിന് നന്ദി പറയുക. ആ കാര്യം നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഖുർആൻ പറയുന്നത്, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റിത്തരും. ലൈൻ ശകർത്തും ലഅസീസ് അന്നക്കും എന്നതാണ്. അപ്പോൾ അവിടെ നന്ദി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാത്തത് കൂടി നമ്മിലേക്ക് വന്നു ചേരാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുകയാണ്. നാലാമത്തെ പോയിന്റ്, അത് നമ്മൾ ജോലിയിൽ ഏർപ്പെടുക എന്നതാണ്. ഏത് വിഷയത്തിൽ നമ്മൾ ടെൻഷൻ ആവുന്നുണ്ട് എങ്കിൽ, ജോലിയാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, CV മേക്കിംഗ്, ആ രീതിയിൽ കിടക്കണം. വീടാണെങ്കിൽ വീട് പണിയിലേക്ക് നമ്മൾ കിടക്കണം. ജോലി ചെയ്യാൻ നമ്മൾ ചെയ്യണം. ഏത് കാര്യവും ആദ്യം നമ്മൾ അതിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം ദുആ ചെയ്യുകയും തവക്കലാക്കുകയും ചെയ്യുകയാണ് ബെസ്റ്റ് വഴി. ഈ ഒരു 4 ബെസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്താൽ വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും വരും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.